ബഹുമാനമുള്ളവരെ, എൻ്റെ പേര് സനോജ്, സഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറിയാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എൻ്റെ പരിചയത്തിൽ തന്നെയാണ്. ഞാൻ ഈ നിൽക്കുന്ന അവസ്ഥ എല്ലാവർക്കും അറിയാം, എല്ലാവരോടും പറയാറുണ്ട്. അത് തന്നെ പറഞ്ഞ് തുടങ്ങാം. നടുവേദനയാണ്, ഓപ്പറേഷനൊക്കെ പറഞ്ഞേക്കണേണ്. അപ്പം നമുക്ക് നമ്മളുടെ സാഹചര്യം അനുസരിച്ച് അതിനു മുമ്പ് ഒരു ആമുഖം പറഞ്ഞോട്ടെ. യോഗത്തിൻ്റെ അധ്യക്ഷനായ സഭയുടെ പ്രസിഡൻറ്റും ACS സ്കൂളിലെ ചെയർമാനുമായ IR തമ്പിച്ചേട്ടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ തമ്പിച്ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു 38 ദിവസമാണ് ഈ ഹോള് നവീകരണത്തിന് നമ്മൾ എടുത്തത്. കാരണം 38 ദിവസമാണ് നമ്മൾ ഈ ഹോള് നവീകരണത്തിനായി ഇവിടെ എടുത്തത്. കാരണം ഹോള് ബുക്ക് ചെയ്തിട്ടേ ഇരുന്നേച്ച് ഒരു മാസം മുന്നേയാണ് നമുക്ക് ഇങ്ങനെ ഹോള് നവീകരിക്കണമെന്ന് പറഞ്ഞത്. 2003 ഇത് പണി പൂർത്തിയാക്കി നമുക്ക് ഇവിടെ അന്ന് സജ്ജമായത്. 20 വർഷങ്ങൾക്ക് ശേഷം അപ്പോൾ അത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഈ സമയക്കുറവുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഏകീകരിച്ച് കൊണ്ടുവന്ന് ഈ സമയത്തിനുള്ളിൽ, അതായത് കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനാണ് നമ്മൾ വിചാരിച്ചത്. അപ്പോൾ ഒരു പൊതുമുതലാവാൻ നേരത്തെ അത് എത്രയും കൂട്ടി സ്വരൂപിച്ച് വെക്കാൻ പറ്റും എന്നുള്ളൊരു ആശയം ആദ്യം വന്ന്. അപ്പം ഞാൻ തന്നെ പറഞ്ഞത് നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാ വർക്കുകളും കോൺട്രാക്ടർ വേണ്ട, അതായത് കോൺട്രാക്ടർ വന്നിട്ട് 23 ലക്ഷം പ്ലസ് എക്സ്ട്രാ വർക്ക് 25 ലക്ഷം അങ്ങനെയാണ് ഇട്ടുപോയത്. ഈ പറഞ്ഞ 7-8 തരം വർക്കുകളാണ് ഇവിടെ ചെയ്യേണ്ടത്. ഒന്ന് ഡ്രസ് വർക്ക്, സീലിംഗ്, ടൈല്, പ്ലംബിങ്, അങ്ങനെ മറ്റനുബന്ധമായ വർക്കുകൾ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാവരും നേരിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് നേരിട്ട് വിളിച്ച് മറ്റ് ചിലവുകളെല്ലാം മാറ്റി എല്ലാം കടകളിൽ നിന്ന് പോയി പർച്ചേസ് ചെയ്ത് 12 ലക്ഷം രൂപയ്ക്ക് തീരുമെന്ന് കണ്ട് അങ്ങനെ 12ഉം ഒരു 2 ലക്ഷവും വിട്ട് ഇപ്പം ഇതിൻ്റെ അവസ്ഥ ഏകദേശം ഒരു 15 ലക്ഷം രൂപക്ക് നമുക്കിത് നവീകരിച്ച് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവരുടെയും ഒരു സഹായ സഹകരണം അതിലുണ്ടായിരുന്നു. സഭയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തേക്കുന്നത്. 2 സ്പോൺസർമാർ മാത്രമാണ് ഇവിടെ നമുക്കുള്ളത്. അതൊന്ന് നമുക്ക് ഈ കാണുന്ന ഹാങ്ങിങ് ലൈറ്റ്, 5 ലൈറ്റ്, അത് നമുക്കൊരു അഡ്വക്കേറ്റ് ഉണ്ട്, ജീവ ഷാജി എന്ന് പറയുന്നത്, മകൻ്റെ പേര് ജിനോ, അവരാണത് സ്പോൺസർ ചെയ്തത്. അവർക്കൊരു നല്ലൊരു കയ്യടി കൊടുക്കണം. കൂടാതെ നമ്മളുടെ ഇവിടെ ഒരു സ്പീക്കർ വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ മ്യൂസിക്കിന്. അത് നമ്മുടെ ABMSലെ 2 ജ്യേഷ്ഠന്മാരാണ്, പേര് വെളിപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞ് ഇവരിവിടെ ഉണ്ട്. അവർക്കും ഒരു നല്ല കയ്യടി കൊടുക്കണം. അപ്പോൾ അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. തമ്പിച്ചേട്ടൻ പറഞ്ഞ അവിടെ തന്നെ നിന്ന് തുടങ്ങാം. മേയറാണ് നമുക്ക് നഗരപിതാവായിട്ട് നമ്മൾ കണ്ടേക്കണ മേയറാണ്. ചെറുപ്പം മുതലേ അനിച്ചേട്ടൻ്റെ പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും എല്ലാവർക്കും സുപരിചിതമാണ്. കാരണം ഏത് വേദിയിൽ നിന്ന് അനിച്ചേട്ടനൊരു സംസാരിച്ചാലും ബോറടി ഉണ്ടാവില്ല. അനിച്ചേട്ടനാണെങ്കിൽ പെട്ടെന്ന് പോയി കളയും. ഇന്നിപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അനിച്ചേട്ടൻ പറഞ്ഞ് എനിക്ക് പല വേദികളിലും, ഞാനല്ല പറയേണ്ടത്, അനിച്ചേട്ടനാണ് പറയേണ്ടത്, ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. എൻ്റെ മകളുടെ കാര്യത്തിന് ഞാൻ എപ്പോഴും കുടുംബത്തിൻ്റെ ഒപ്പം നിൽക്കണില്ലല്ലോ, നമ്മളുടെ ഒപ്പമാണ്. ഇന്ന് ഹൈദരാബാദ് പോകണേ എന്നല്ലേ എൻ്റെ ചേട്ടാ. അപ്പോൾ എനിക്ക് ഫ്ലൈറ്റിലൊന്ന് പോകണം, അവിടുത്തെ ഒന്ന് നടക്കണം. അപ്പോൾ എന്തായാലും അതാണ് നമ്മൾ ഈ പക്ഷേ എല്ലാവരും വന്ന് സന്തോഷം. അപ്പോൾ ബഹുമാനപ്പെട്ട മേയറെ സ്വാഗതം ചെയ്യുന്നു. അപ്പം അധ്യക്ഷൻ നമ്മുടെ ആനന്ദചന്ദ്രോദയം സഭയുടെ പ്രസിഡൻ്റായ IR തമ്പി, എൻ്റെ സഹപ്രവർത്തകരായ ആഷിത ഇഹിയ, CA ഷക്കീർ, രജനി മണി, നമ്മുടെ ഇവിടെ സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട SS സനോജ് സെക്രട്ടറി, ശ്രീ PS ബിനു, ശ്രീ VR വിദ്യാശങ്കർ, അതുപോലെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യനായ അഡ്വക്കേറ്റ് IG മനോഹരൻ, സഹോദരന്മാരെ, കൃത്യം വാച്ചിൽ നോക്കി പ്രസംഗിച്ച് ഞാൻ ഇറങ്ങും. അതുകൊണ്ട് നിങ്ങൾക്കൊരു ഗുണം, ബോറടിക്കില്ല. എല്ലാവരും 2-3 മിനിറ്റ് വെച്ച് സംസാരിച്ച് തീർക്കും. എൻ്റെ അടുത്ത് നമ്മുടെ MP ഇടയ്ക്ക് പറയുന്നൊരു കമൻ്റ് ഉണ്ട്, മേയർ എളമക്കരയിൽ വെച്ച് മാത്രമേ ചെരുപ്പഴിച്ചിടുന്നുള്ളൂ വിളക്ക് എത്തിക്കുമ്പോൾ എന്ന് പറയാറുണ്ട്. ഞാൻ ആദ്യം ആലോചിച്ചതാണ്, അത് എളമക്കരയിലായതുകൊണ്ട് ചെരുപ്പഴിച്ചിടുന്നതല്ല, ചില പ്രത്യേക കാര്യങ്ങൾക്ക് മാത്രമേ വിളക്ക് കത്തിക്കുമ്പോൾ, നിലവിളക്ക് കത്തിക്കുമ്പോൾ ചെരുപ്പഴിച്ചിടേണ്ടതുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഇവിടെ ഒരു സ്വാഭാവികമായും ഗുരുവിൻ്റെ ചിത്രം മുമ്പിൽ നിൽക്കുന്നു, അവിടെ കൊളുത്തുന്നൊരു വിളക്ക്, ചിലപ്പോൾ ഒരു ക്ഷേത്രത്തിൽ, ചിലപ്പോൾ ഒരു പള്ളിയിൽ, അങ്ങനെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഒഴിച്ച് ഒരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിന് നമ്മൾ ചെരുപ്പഴിക്കേണ്ട അന്തരീക്ഷമില്ല. അപ്പോൾ അത് ഞാനിങ്ങനെ ആലോചിച്ചു. വൈകി ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ തമാശയ്ക്ക് തോന്നും, എളമക്കരയിൽ വെച്ച് മാത്രമേ ചെരുപ്പഴിക്കുള്ളൂ എന്ന്. നമ്മുടെ എല്ലാ ബഹുമാനവും നമ്മുടെ എല്ലാ നിലയിലുള്ള പരിഗണനയും ഒക്കെ ആരംഭിക്കുന്നത് ഹൃദയത്തിൽ നിന്നാണ്. എൻ്റെ ഒരു സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ചുള്ള ചിന്തകളിൽ
ഞാൻ എൻ്റെ ഉള്ളിൽ നിന്നും ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന മലയാളിയായ നമ്മുടെ ഒരു സാമൂഹിക പരിഷ്കർത്താവ് എന്ന് പറയുന്ന ആദ്യത്തെ ആൾ ശ്രീനാരായണ ഗുരുവാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് രജനിക്കറിയാം, ഞാൻ കൗൺസിലിൽ എന്തെങ്കിലും പറഞ്ഞാൽ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത രജനിക്കല്ല കേട്ടോ, രജനിക്ക് അറിയാമെന്ന് പറഞ്ഞാൽ രജനിക്ക് വിവരം അറിയാമെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ രജനയെ തെറ്റിദ്ധരിക്കണ്ട. ഇപ്പോൾ ചിലരുടെയൊക്കെ തെറ്റിദ്ധാരണ SNDPയുടെ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമെന്നാണ്. അത് ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല, അങ്ങനെയാണ് ആളുകളുടെ പൊതുവായ ചിന്ത. പക്ഷേ നമ്മൾ ഒരു റോഡിന് പേരിട്ടു, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ആഗ്രഹത്തിലായിരിക്കുമെന്ന് വിചാരിച്ച് അതുകൊണ്ട് സ്റ്റേ ചെയ്തു. നമ്മൾ ഗുരുവിൻ്റെ പേരിലുള്ള പ്രഭാഷണങ്ങൾ നടത്തി. ശ്രീനാരായണീയരാണ് എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന പലരെയും ഞാൻ ആ പ്രഭാഷണങ്ങളിൽ കാണാറില്ല. അല്ല രജനി, നമ്മൾ ടൗൺ ഹാളിൽ നടത്തുന്ന പ്രഭാഷണങ്ങളിൽ ഇപ്പോൾ അവസാനം നടന്ന K. ജയകുമാർ IASൻ്റെ പ്രഭാഷണം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്. ഇപ്പോൾ സനോജ് വിചാരിച്ചേക്കണം ഞാനാണ് വലിയൊരു പ്രഭാഷകൻ എന്നാണ്. നമ്മളിങ്ങനെ അടുത്തടുത്തിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് വേറെ ആരും കേൾക്കാത്തതുകൊണ്ട് അനിച്ചേട്ടൻ കൊള്ളാൻ തോന്നലാണ്. അപ്പം K. ജയകുമാർ വന്ന് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഗുരുവിനെ പറ്റി ഞാൻ എന്ത് പ്രസംഗിക്കണം? ഞാൻ പറഞ്ഞു, അങ്ങ് തന്നെ തീരുമാനിച്ചോളാൻ പറഞ്ഞു. അപ്പം ഈ ദൈവദശകം എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം മറ്റൊരു ഇതിവൃത്തത്തെ അടിസ്ഥാനപ്പെടുത്തി മറ്റൊരു ഗുരുവിൻ്റെ ശ്ലോകങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു സമാഹാരത്തെ ഉദ്ധരിച്ചുകൊണ്ടുള്ളൊരു പ്രഭാഷണം വരുന്നു. ഇത് കേട്ട പല ആളുകളുണ്ട്. മനോഹരമായിരുന്നു. പ്രഭാഷണം കഴിഞ്ഞ് ആൾക്കാർ കസേരയിൽ നിന്ന് എഴുന്നേക്കാത്ത ആദ്യത്തെ സംഭവം. നമ്മൾ ഈ ചില ആൾക്കാർ ഹാങ് ഓവർ എന്ന് പറയൂലേ, അതായത് പ്രസംഗം കഴിഞ്ഞിട്ട് വേദിയിലിരിക്കും, സദസ്സിലുള്ള ഒറ്റ ആൾ എണീറ്റ് കൊണ്ടാണ്. അദ്ദേഹം ഹോളിൽ നിന്ന് പുറത്തു പോയിട്ടാണ് മറ്റുള്ളവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഗുരുദർശനത്തിൻ്റെ പ്രത്യേകതയുണ്ട്. പ്രഭാഷകൻ എന്ന നിലയിൽ ശ്രീ K. ജയകുമാറിൻ്റെ പ്രാഗൽഭ്യവുമുണ്ട്. ഗുരു നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കയറേണ്ട ഒരാളാണ്. ഇപ്പം നിങ്ങളിവിടെ ചൊല്ലിയ ദൈവദശകം, ഞാനിടയ്ക്ക് രാവിലെ, നമ്മുടെയൊക്കെ ജോലിയുടെ പ്രത്യേകത ഭ്രാന്തില്ലാത്തവന് ഭ്രാന്ത് പിടിക്കുന്ന ജോലിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ തുടങ്ങിയ വേറെ പരിപാടിയാണ് മാനസികാരോഗ്യം, മെൻ്റൽ ഹെൽത്ത്. പലതരം ഫോൺ വരും നമ്മളെ ശല്യപ്പെടുത്തുന്ന. ശ്രീ നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന ശ്രീ ഹാരിസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ഫോണുകൾ നമുക്ക് വരും. ചില സമയത്ത് നമുക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത പല കാര്യങ്ങളും വരും. അപ്പം നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ ഞാനിടയ്ക്ക് ഈ ദൈവദശകം യൂട്യൂബിലിട്ട് കേൾക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതിൻ്റെ ഈണം ഇഷ്ടമാണ്. ആ പാടുന്നൊരു കുട്ടിയുണ്ട്, ശ്രുതി എന്ന് പറഞ്ഞത്, അയാളുടെ ഞാൻ എപ്പോഴും എടുത്തിട്ട് കേൾക്കും. ശ്രുതി KS അല്ലേ, ഇനീഷിലും എനിക്ക് ഓർമ്മയുണ്ട്. ഇവരുടെ എല്ലാ ഇനീഷിലും എനിക്കറിയാം. ഇപ്പോൾ ആഷിത നിങ്ങൾ എന്ത് ബുദ്ധിമുട്ടി വിളിക്കുന്നത്? ആഷിതയ്ക്ക് പോലും ഇങ്ങനെ ഞാൻ ഉച്ചരിക്കുന്ന പോലെ പറയാൻ പറ്റില്ല. ആഷിത അല്ലേ, രജനി, മണി, CA, ഷക്കീറൊക്കെ ഇനീഷിൽ ഞാനാണ് ഷക്കീറിന് ഇട്ട് കൊടുത്തത്. ആൾക്കാർക്ക് തന്നെ ഷക്കീർ തന്നെ അത്ര പിടിയുണ്ടായില്ല. അപ്പോൾ ഈ ഇനീഷ്യൽ ആ കുട്ടിയുടെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വളരെ ഭംഗിയായിട്ട് ചൊല്ലും. ഗുരുവിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ലാളിത്യമാണെന്നാണ് എൻ്റെ പക്ഷം. ഞാൻ ഗുരുവിനെ കുറിച്ച് പ്രസംഗിക്കാനൊന്നുമില്ല, അതിന് ഉള്ളൊരു ധാരണ എനിക്കില്ല. വളരെ കുറച്ച് കാര്യം മാത്രം ഞാൻ പറയാം. എന്നെ ആകർഷിച്ചിട്ടൊരു കാര്യം ലാളിത്യമാണ്. നമുക്ക് ആശംസക്ക് വേണ്ടി ഡിവിഷൻ കൗൺസിലർ ആഷിത മേഡത്തിനെ ഈ വേദിയിലേക്ക് വിളിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഏറെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ ഉദ്ഘാടകൻ, അതുപോലെ എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ഷക്കീറിക്ക, രജനി ചേച്ചി, സ്കൂളിൻ്റെ രാജലക്ഷ്മി മിസ്, അതുപോലെ വേദിയിലിരിക്കുന്ന എല്ലാ സെക്രട്ടറി, എല്ലാ പ്രിയപ്പെട്ടവരും, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കല്ലേ നമസ്കാരം. തമ്മിച്ചേട്ടൻ പറഞ്ഞപ്പോൾ മാഡം മാത്രം വേണ്ടായിരുന്നു, പേര് കറക്റ്റായി. ACS അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ മുമ്പിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഔപചാരികതയുടെ ആവശ്യമൊന്നും എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല. ഈ ഒരു ഹോളിൽ നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളുടെ മേയർ പറഞ്ഞു വെച്ചതുപോലെ ഏറ്റവും ലളിതമായിട്ട് കാര്യങ്ങൾ പറയാമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഭംഗി. അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ മീന ചേച്ചിക്ക് എന്നെ വഴിയിൽ തടഞ്ഞിരുന്നത് എന്താ ആശിത പറഞ്ഞേ എന്ന് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അപ്പോൾ കാരണം ഞാൻ കൗൺസിലറായി വന്നതിന് ശേഷം എൻ്റെ മനസ്സിനേറെ ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാം ആദ്യമായി ചെയ്തത് ACSൻ്റെ ഹോളിൽ വെച്ചിട്ട് ശ്രാവണം എന്ന് പറഞ്ഞൊരു ഓണ പ്രോഗ്രാമാണ്. എൻ്റെ ഒരു ചെറിയൊരു സ്വപ്നം കൂടിയത് അങ്ങനെ ഒരു കൾച്ചറൽ പ്രോഗ്രാം എന്തെങ്കിലും നമ്മുടെ ഡിവിഷനിൽ സംഘടിപ്പിക്കണമെന്ന്. എല്ലാവരും ഏറെ സഹകരിച്ചൊരു പ്രോഗ്രാമായിരുന്നു. 2 വർഷം നമ്മൾ തുടർച്ചയായിട്ട് നടത്തി. 2 വർഷവും മേയർ തന്നെയായിരുന്നു ഉദ്ഘാടനം.
അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും 2 ദിവസത്തേക്ക് ബുക്ക് ചെയ്തിട്ട് 4 ദിവസമാണ് ഞാൻ ACS ഉപയോഗിക്കുന്നത്. അപ്പം അതിനെല്ലാം സഹകരിച്ച ACSന്റെ ഭരണസമിതി അംഗങ്ങൾ, പഴയതും പുതിയതുമായിട്ടുള്ള എല്ലാ അംഗങ്ങളും അതെൻ്റെ കൂട്ടത്തിൽ നിന്നു. ഇപ്പോഴും ഓണമാകുമ്പോൾ ഏതാണ്ട് എന്നോട് ചോദിച്ചു തുടങ്ങി ഇപ്രാവശ്യം ഉണ്ടോ, എന്താണ്, എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നിരുന്നു. പക്ഷേ ഒരു എന്താ പറയുക, ചെറിയൊരു നമ്മുടെ ഒരു പ്രശ്നം ഇപ്പം നമ്മളൊക്കെ ഇല്ല, ചെറുതല്ല, നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുള്ള വയനാടിൻ്റെ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലും എനിക്ക് ചെറിയൊരു ദുരന്തം സംഭവിച്ചതിൻ്റെ പശ്ചാത്തലത്തിലും അതൊന്നും മാറ്റി വെക്കേണ്ടി വന്നു. അടുത്ത വർഷം എല്ലാം കൊണ്ടും അനുഗ്രഹീതമായൊരു സമയമാണെങ്കിൽ വീണ്ടും നമ്മൾ ചെയ്യണമെന്ന് ആലോചിക്കുന്നു. അപ്പം അങ്ങനെ എൻ്റെ കരിയറുമായിട്ട് എൻ്റെ ഒരു ഔദ്യോഗിക ജീവിതത്തിലാണെങ്കിലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും വളരെയേറെ ബന്ധമുള്ളൊരു സ്കൂളും അമ്പലവും ഓഡിറ്റോറിയവും എല്ലാമാണ് ACS. പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ സാംസ്കാരിക പരിപാടികൾ ഒക്കെ നമുക്ക് ചെറുതിലേ മുതലേ കാണുവാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഈ അമ്പലമുറ്റത്താണ്. ഈ അമ്പലമുറ്റത്തുള്ള പരിപാടികളും ഗാനമേളകളും ദിലീപിനെയൊക്കെ ആദ്യമായിട്ട് കാണുന്നത് സത്യം പറഞ്ഞാൽ അമ്പലമുറ്റത്ത് നടത്തിയ അമ്പലത്തിൽ ഉത്സവത്തിൽ നടത്തിയിട്ടുള്ള മിമിക്രി ഒക്കെ വെച്ചപ്പോൾ അങ്ങനെയുള്ള എല്ലാ നിറമുള്ള ഓർമ്മകളും എൻ്റെ മനസ്സിലുള്ളത് ACSുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ കാലഘട്ടങ്ങളിലും ACSുമായി കണക്റ്റഡ് ആണ്. അപ്പോൾ ഇന്നേ ഒരു ദിവസം സത്യം പറഞ്ഞാൽ ഈ ഹോളിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം നിറഞ്ഞൊരു പ്രതീതി മനസ്സിൽ വരുന്നുണ്ട്. അതിന് തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും ഈ പുതിയ ഭരണസമിതിക്കും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച സ്പോൺസേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ആത്മാർത്ഥമായി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു, ആശംസകൾ അറിയിക്കുന്നു, ഒപ്പം നന്ദിയും അറിയിക്കുന്നു. കാരണം നമ്മുടെ ഡിവിഷനിലേക്ക് ഇത്രയും മനോഹരമായി ഒരു ഇതിൻ്റെ നേരത്തെ രൂപം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് മോശമായിരുന്നു എന്നല്ല, അതിനെ ഇത്തരത്തിലേക്ക് മേക്ക് ഓവർ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമാണ്. ഇതിൻ്റെ പുറകിലുള്ള ആരുടെ ഐഡിയ ആണെങ്കിലും എല്ലാവർക്കും അതിൻ്റെ പേരിൽ നന്ദിയും ആശംസകളും എല്ലാം അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള ഹൃദയം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും എല്ലാ ആശംസകളും. ബഹുമാന്യനായിട്ടുള്ള അധ്യക്ഷൻ ആനന്ദ ചന്ദ്രോദയം സഭയുടെ പ്രസിഡന്റ് ശ്രീ അയ്യാർ തമ്പി അവർകളെ, ഉദ്ഘാടകനായി എത്തി ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം മടങ്ങി. അദ്ദേഹത്തിന് ബഹുമാന്യനായിട്ടുള്ള കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ ശ്രീ അഡ്വക്കേറ്റ് M. അനിൽകുമാർ അവർകൾ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ബഹുമാന്യരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഏവർക്കും സാദര നമസ്കാരം. ഇന്ന് ആനന്ദ ചന്ദ്രോദയം സഭയുടെ ACS ഹാൾ നവീകരിച്ച് ഈ സുമുഹൂർത്തത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഈ നവീകരണം നടക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ ഏകദേശ പൂർത്തീകരണ സമയമാകുമ്പോൾ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുള്ള സഭാ പ്രസിഡന്റ്, സഭാ സെക്രട്ടറി എൻ്റെ സമീപത്തെത്തി നമുക്ക് ഏത് ദിവസം ഈ നവീകരിച്ച ഹോളിൻ്റെ ഉദ്ഘാടന കർമ്മം ചെയ്യണം, നല്ലൊരു ദിവസം നോക്കി പറയണം എന്ന് എൻ്റെ സമീപത്തെത്തി ചോദിക്കുകയുണ്ടായി. നമുക്ക് നോക്കാം, കുറച്ചുകൂടി പണി മുന്നോട്ട് പോയിട്ട് നല്ല ദിവസം നോക്കാം എന്ന് പറഞ്ഞു മാറിയെങ്കിലും 2-3 ദിവസം കഴിഞ്ഞപ്പോൾ
നമ്മൾ സെപ്റ്റംബർ 7-ാം തീയതി വിനായക ചതുർത്ഥി ദിനത്തിൽ രാവിലെ 9 മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് അതിന് ബഹുമാന്യനായിട്ടുള്ള കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാറിനെ സമീപിച്ചു. അദ്ദേഹത്തിൻ്റെ സമയം അതാണ് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ നല്ല സമയം നോക്കണം എന്നോട് പറയുകയും എന്നാൽ എന്നോണം അവർ പോലും അറിയാതെ ഉദ്ഘാടകനെ സമീപിച്ച് ആ ഉദ്ഘാടകന്റെ സമയം ഈ ദിവസം വന്നെത്തിയിരിക്കുക. എല്ലാം ഭഗവാൻ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ കൽപ്പിതം എന്നാണ്. കാരണം ഈ മഹാവിനായക ചതുർത്ഥി ദിനത്തിൽ ഉദ്ഘാടന കർമ്മമായിക്കൊള്ളട്ടെ, മറ്റ് പ്രവർത്തനാരംഭം കുറിക്കുന്നത് ഏതുമായിക്കോട്ടെ, തടസ്സം കൂടാതെ മുൻപോട്ട് പോകുന്നതിനും നല്ല തലത്തിലുള്ള പ്രവർത്തനത്തോടുകൂടി മുന്നേറ്റം ഉണ്ടാകുന്നതിനും സ്ഥാപനത്തിനായിക്കോട്ടെ, സംഘടനയ്ക്കായിക്കോട്ടെ, പ്രസ്ഥാനങ്ങൾക്കായിക്കോട്ടെ, അതിന്റെ ഏറ്റവും മഹത്തായ വിജയത്തിലേക്ക് എത്തുന്നതിന് വിനായക ചതുർത്ഥി ദിനം ഏറ്റവും ഉത്തമമായ ദിവസമായി കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ കൽപ്പിതം പ്രസിഡന്റ് IR തമ്പി അവർകളും സെക്രട്ടറി SS സനോജ് അവർകളും ഭഗവാന്റെ കൽപ്പിതമനുസരിച്ച്, ഭഗവാൻ നിയോഗിച്ചതനുസരിച്ച് ഇന്ന് ഈ ഉദ്ഘാടന കർമ്മത്തിന്റെ തീയതിയിലേക്ക് എത്തി. ഉദ്ഘാടന കർമ്മത്തിൽ ഏറ്റവും ജനപങ്കാളിത്തവും ഉണ്ട്. ഇന്ന് ഈ ഹോൾ നിറയെ ഒരു കസേര പോലും ഒഴിവില്ലാതെ ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഹലോ, അടുത്തതായി ശ്രീ BB അനിൽകുമാർ. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. അടുത്തതായിട്ട് ശ്രീ ഡോൺസൺ. അടുത്തതായിട്ട് പൊന്നാട അണിയിക്കുന്നത് ശ്രീ സിദ്ദിഖ് മല്ലിശ്ശേരി. അവളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.